എൻ്റെ പ്രിയ മിത്രങ്ങളെ, ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. എൻ്റെ പേര് ഹരികുമാർ. എല്ലാവരും ചുരുക്കി ഹരി എന്ന് വിളിക്കും. അച്ഛനും അമ്മയ്ക്കും ഏക മകൻ. അച്ഛൻ ദുബായിലാണ്. പഠിക്കാൻ കുറച്ച് പുറകോട്ടായതുകൊണ്ട് ഡിഗ്രി വല്ലച്ചാതിലും പൂർത്തിയാക്കി. ഇപ്പോൾ വെറുതെ ഇങ്ങനെ കറങ്ങി നടത്തുകയാണ് പണി. പിന്നെ ഇതിലെ കഥാനായികയായ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്മ എന്നാണ് അമ്മയുടെ പേര്. കാണാൻ നല്ല വെളുത്ത നിറം, നല്ല തടിയുണ്ടെങ്കിലും അതിസുന്ദരിയാണ് അമ്മ. നൈറ്റിയും ചിലപ്പോൾ കൈലിയും ബ്ലൗസുമാണ് അമ്മയുടെ വീട്ടിലെ വേഷം. ഇവിടെ എനിക്ക് 1-2 സുഹൃത്തുക്കളുണ്ട്. അവന്മാരും പഠിത്തമെല്ലാം നിർത്തി ഒരുത്തൻ വർക്ക്ഷോപ്പിലും ഒരുത്തൻ മേശരിയുമാണ്. അതിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നൗഫൽ. അക്കാലത്ത് ടിവിയോ മൊബൈലോ ഒന്നും ഇല്ലാതിരുന്ന കാലമായിരുന്നു. എല്ലാവരും മനോരമ, മനോരാജ്യം, കുമാരി എന്നിങ്ങനെയുള്ള ആഴ്ചപ്പതിപ്പിലായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും വരുത്താറില്ലെങ്കിലും അടുത്ത വീട്ടിലെ വനജയാൻറ്റി ഇതെല്ലാം മേടിക്കാറുണ്ടായിരുന്നു. അമ്മ അവിടെ പോയി മാറിയും തിരിഞ്ഞും ഓരോന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഭയങ്കര വായനയാണ്. ഒരാഴ്ച കഥയുടെ ബാക്കി അറിഞ്ഞില്ലെങ്കിൽ അമ്മയുടെ ആ ടെൻഷൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആഹാരം കഴിക്കാതെ അമ്മ വേണമെങ്കിൽ 2 ദിവസം പട്ടിണിയിരിക്കും. പക്ഷേ മനോരമയോ മറ്റു വീക്കിലികളോ കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ കാലത്ത് ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു ഹോബിയായിരുന്നു ഈ മുത്തുച്ചിപ്പി പോലുള്ള കൊച്ചു പുസ്തകം ആരും കാണാതെ വാങ്ങി വായിക്കുന്നത്. ആദ്യമൊക്കെ എനിക്കതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്ത് നൗഫൽ അങ്ങനെയല്ലായിരുന്നു. അവൻ ഇങ്ങനെയുള്ള പുസ്തകം മേടിച്ചു വെച്ച് വായിക്കുന്നതിൽ ഒരു പ്രത്യേക വീക്ക്നെസ് ആയിരുന്നു. അവൻ അതിനുവേണ്ടി 5 കിലോമീറ്റർ അകലെയുള്ള ടൗണിൽ സൈക്കിളിൽ പോയി ആരും കാണാതെ അത് മേടിച്ച് നാഭിയിൽ തിരികെ വരുമായിരുന്നു. ഒരു ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ മുറിയിൽ തലയിണയുടെ അടിയിൽ ഈ പുസ്തകം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ഉപ്പായും ഗൾഫിലാണ്. ഉമ്മയും ഒരു അനിയനുമാണ് അവനുണ്ടായിരുന്നത്. അവൻ്റെ ഉമ്മ ഐഷത്ത് ഒരു ഇളകിയ ടൈപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. തിരിച്ചും അവർ അങ്ങനെയാണ്. ഞാൻ അങ്ങോട്ടെങ്ങാനും ചെന്നാൽ എൻ്റെ പുറകിൽ നിന്ന് അവർ മാറുകയില്ല. അവൻ്റെ തലയിണയുടെ അടിയിൽ നിന്ന് ഞാൻ ആ പുസ്തകം എടുത്തു. തിരിഞ്ഞു നോക്കി. അവൻ്റെ ഉമ്മ അവിടെ എങ്ങാനും ഉണ്ടോ? ഇല്ല. ഞാൻ ആ പുസ്തകം ചുമ്മാതെ തുറന്നു നോക്കി. അതിനുള്ളിലെ പിക്ചറിനെ കുറിച്ച് ഇവിടെ പറയാതിരിക്കുന്നതാണ് ഭേദം. എനിക്കത് കണ്ട് വല്ലാതെയായി. അവിടെ നിന്ന് ഞാൻ ഓരോന്ന് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. യാദൃച്ഛികമായും പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി നൗഫലിൻ്റെ ഉമ്മ. ഞാനങ്ങ് വല്ലാതെയായി. കയ്യിലിരുന്ന പുസ്തകം ചുരുട്ടി മറച്ചു പിടിച്ചു. ഒരു മൂളലോടെ നൗഫലിൻ്റെ ഉമ്മ തിരിഞ്ഞു നടന്നു. ഞാൻ ആകെ ചമ്മിപ്പോയി. ഞാൻ വീണ്ടും ആ പുസ്തകം തുറന്നു. അപ്പോഴാണ് നൗഫൽ റേഷൻ കടയിൽ പോയച്ച് മുറിയിലേക്ക് കയറി വന്നത്. ഞാൻ പുസ്തകം അടച്ചു പിടിച്ച് അവനെ നോക്കി ചിരിച്ചു. അത് കണ്ട് അവനും ചിരിച്ചു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി അവിടെ ഇരുന്ന ആ പുസ്തകത്തിലെ ഓരോന്നിനെ കുറിച്ചും കുറെ നേരം സംസാരിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ ആഴ്ചയിലും അവൻ്റെ വീട്ടിൽ പോകും. പോയി പുസ്തകം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് വായിക്കും. അവിടെ ചെല്ലുമ്പോൾ പഴയതിനേക്കാൾ ഉപരി നൗഫലിൻ്റെ ഉമ്മ എന്നോട് അടുത്തിടപഴകാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഉള്ളിലൊരു പേടിയും. ഒന്നാമത് കൂട്ടുകാരൻ്റെ ഉമ്മയല്ലേ. പക്ഷേ അവർക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ ഭയങ്കര തിളപ്പാ. ഒരു ദിവസം ഞാൻ എങ്ങോട്ടും ഇറങ്ങാതെ വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അങ്ങോട്ട് കാണാത്തതിനാൽ നൗഫൽ എന്നെ തിരക്കി വീട്ടിലോട്ട് വന്നത്. ഈ സമയം അമ്മ മുറ്റത്ത് വീണ കരിയിലെല്ലാം തൂത്തുവാരി തീയിടുകയായിരുന്നു. അല്ലേ, ആരാ ഇത്, നൗഫലോ? ഇങ്ങോട്ടൊക്കെയുള്ള വഴി അറിയുമോടാ? അമ്മയുടെ ചോദ്യം. ശബ്ദം കേട്ടാണ് ഞാൻ അകത്തുനിന്ന് ജനലിലൂടെ നോക്കിയത്. അമ്മയും നൗഫലുമായി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. ഒരു കൈലിയും ബ്ലൗസുമായിരുന്നു അമ്മയുടെ വേഷം. കയ്യിൽ ചൂലും പിടിച്ചു നിൽക്കുന്ന അമ്മയെ ഞാനൊന്ന് നോക്കി. കൈലിയുടെ തുമ്പ് മുകളിലോട്ട് പിടിച്ച് പൊക്കി കുത്തിയിരിക്കുന്നു. നൗഫലിന്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവനും ഒരു ചെറുപ്പക്കാരനല്ലേ, ഞാൻ ഓർത്തു. അമ്മയ്ക്കും അതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിയെ ഹരി, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴാണ് അവൻ്റെ കയ്യിൽ മടക്കി വെച്ചിരിക്കുന്ന പുസ്തകം ഞാൻ ശ്രദ്ധിച്ചത്. അത് അമ്മയും കണ്ടു. എന്തുവാടാ നൗഫലെ നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം? കഴിഞ്ഞ ആഴ്ചയിലെ മനോരമയാണോ? എനിക്കാണെങ്കിൽ അത് വായിക്കാൻ പറ്റിയതുമില്ല. അത് കേട്ട് അവനൊന്ന് പരിങ്ങി. അല്ലമ്മേ, അല്ല, അതെ, അത് വേറൊരു പുസ്തകമാണ്. അമ്മയൊന്ന് മൂളി. അമ്മയ്ക്ക് സംഗതി മനസ്സിലായെന്ന് തോന്നുന്നു. അവൻ ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി വരുമ്പോൾ അമ്മ
അവിടെ തന്നെ നിന്ന് നൗഫലിനെ നോക്കുകയായിരുന്നു. നീ എന്താടാ പതിവില്ലാതെ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചോദിച്ചു. ഓ, വീട്ടിലിരുന്ന് മുഷിഞ്ഞു, നിന്നെ അങ്ങോട്ട് കാണാനുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടിങ്ങി പോന്നു, നൗഫൽ പറഞ്ഞു. അതുകൊണ്ട് നിന്റെ അമ്മയൊന്ന് കാണാനും പറ്റി? അവന്റെ ആ പറച്ചിലിൽ അവന്റെ മുഖം തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മാത്രമല്ലടാ, നമ്മുടെ ഈ കൊച്ചു പുസ്തകത്തിലെ അപ്സരസ് എന്ന നോവൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നൗഫലിന്റെ ചോദ്യം. ആ, ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു. എടാ, ആ നോവലിലെ നായികയുടെ പടം ഒന്ന് നോക്കിയേ. അതും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന പുസ്തകം തുറന്നു കാണിച്ചു. ഞാൻ അതിലേക്ക് ഉറ്റുനോക്കി. ശരിയാണ്, ആ പടം അമ്മയുടെ അതേ രൂപം. ആ കവിളും ആ മൂക്കും എല്ലാം അമ്മയുടെ പോലെ തന്നെ. ഞാൻ ജനലിൽ കൂടി പുറത്തേക്ക് അമ്മയൊന്ന് നോക്കി. എന്ത് നല്ല സാമ്യം! ഞാൻ പിറുപിറുത്തു. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ഇവൻ പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. സത്യം പറഞ്ഞാൽ അമ്മയുടെ ആ രൂപവും ഫോട്ടോയിലെ രൂപവും തമ്മിലുള്ള സാമ്യം എനിക്ക് ആകെ ഉണർന്നിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും ജനലിലൂടെ നോക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് നൗഫൽ കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മയുടെ നോട്ടം അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അമ്മ കാണാതെ അങ്ങോട്ട് മാറി നിന്നു. എന്തായാലും അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. നൗഫൽ കൊണ്ടുവന്ന പുസ്തകം ആഴ്ചപ്പതിപ്പൊന്നുമല്ല. അവരും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. കൂട്ടുകാരനും കൂടി മുറിക്കകത്തിരുന്ന് പുസ്തകം വായന ആയിരിക്കും. അതാണ് അമ്മ ജനൽ കൂടി നോക്കിയത് ഞാൻ ഓർത്തു. പുറത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ മിക്കവാറും അവൻ കൊണ്ടുവന്ന പുസ്തകത്തെക്കുറിച്ച് ചോദിക്കും. എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിക്കണം. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മിറ്റം തൂപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. വന്നപാടെ അമ്മ ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി ഒന്ന് നോക്കി. ഞാൻ ഒന്നും അറിയാത്ത ഒരു പാവത്തെ പോലെ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു. നൗഫലും കട്ടിലിരുന്ന് അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു. അമ്മയ്ക്ക് നല്ല സംശയമുണ്ടെന്ന് ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്തുവാടാ രണ്ടുപേരും കൂടി ഇവിടെ വെച്ച് ചെയ്യുന്നത്? അമ്മയുടെ ചോദ്യം. ഹേയ്, ഒന്നുമില്ലമ്മേ, ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേത്. നൗഫലാണത് പറഞ്ഞത്. അമ്മ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് നൗഫലിനോട് ചോദിച്ചു. നൗഫലെ, നീ വല്ലതും കഴിച്ചോടാ? ഇല്ലമ്മേ, ഒന്നും കഴിച്ചില്ല. വീട്ടിൽ നോക്കിയപ്പോൾ ഉമ്മിച്ചയെ കണ്ടില്ല. ഉമ്മിച്ച കുടുംബശ്രീക്കോ മറ്റോ പോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ടിങ്ങി പോന്നു. അത് കേട്ട് ഞാൻ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന്റെ കണ്ണുകൾ അമ്മയുടെ മറ്റു പല ഭാഗങ്ങളിലുമായിരുന്നു. ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടോ എന്നെനിക്കൊരു സംശയം. ബാ, എന്നാ എഴുന്നേറ്റ് വാടാ, വല്ലതും കഴിക്കാം, അമ്മ പറഞ്ഞു. ഇവൻ കഴിക്കുന്നില്ലേ? നൗഫല് ചോദിച്ചു. ഓ, അവൻ നേരത്തെ ജോലി ഒതുക്കി വെച്ചിരിക്കുക, അമ്മ പറഞ്ഞു. അവനും അമ്മയും കൂടി മുറിയിൽ നിന്ന് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചെന്ന് ഹാളിലേക്ക് നോക്കി. അവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അമ്മയും പഴയ വേഷത്തിൽ തന്നെ അവന്റെ അടുത്ത് നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ സംസാരത്തിനിടയിലും അവന്റെ കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചു. അവൻ ഒരു കൂസലുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അമ്മയ്ക്കത് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത രീതിയിൽ അമ്മ അവന്റെ അടുത്ത് തന്നെ കറങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല, അവന്റെ സംസാരം കേട്ട് അമ്മ പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. അമ്മയെ ഇവൻ മയക്കി എടുത്തെന്ന് തോന്നുന്നു. അമ്മയ്ക്കും അതിൽ താല്പര്യമുണ്ട്. അതാണ് അമ്മ അങ്ങനെ തന്നെ അവന്റെ ദർശനത്തിന് വേണ്ടി അവിടെ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കണം. അവന്റെ ആ സംസാരവും ചിരിയുമൊക്കെ കണ്ടിട്ട് അവൻ ഇന്ന് തന്നെ കാര്യം സാധിച്ചെടുക്കുന്ന മട്ടാണ്. ഇന്ന് രാത്രിയിൽ എന്തായാലും ഇന്നൊന്ന് ഉറക്കം ഒഴിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ അതൊക്കെ ഓർത്ത് അവരുടെ മുൻപിൽ വെട്ടപ്പെടാതെ തിരിഞ്ഞെന്റെ മുറിയിലേക്ക് നടന്നു.